പ്രേം നസീറിന്റെ ഒക്കെ കാലഘട്ടത്തിൽ അഭിനയിച്ചു തുടങ്ങിയതാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ശരിക്കും അദ്ദേഹം ഇപ്പൊ നമ്മളൊക്കെ ഒരു 90s കിഡ്സ് ഒക്കെ ഏറ്റവും കൂടുതൽ അതിനെ കണ്ടു തുടങ്ങിയത് ഒരു കിലുക്കൊക്കെ സമയം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിന് മുമ്പ് 80s താളവട്ടം, പ്രിയദർശന്റെ എനിക്ക് തോന്നുന്നു പ്രിയദർശൻ സിനിമകള്, പിന്നീട് സത്യനന്ദിക്കാടിന്റെ സിനിമകള്, കമലിന്റെ സിനിമകള്, പിന്നെ അങ്ങോട്ട് ഒരുപാട് സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അത് കിലുക്കും യോധയൊക്കെ എനിക്ക് തോന്നുന്നു ലാലേട്ടനായിട്ടുള്ള ഒരു കോംബോ, അതൊരു അവർ തമ്മിലൊരു വല്ലാത്തൊരു കെമിസ്ട്രി തന്നെയാണ് അത്. ഇന്നിപ്പോ നമ്മൾ ആ കിലുക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ ജഗതി അല്ലാതെ നമുക്ക് ആരെയും സങ്കല്പിക്കാൻ പറ്റില്ല. ഇപ്പൊ താളവട്ടം എന്ന് പറയുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് ജഗതി, ശ്രീകുമാർ, MG സോമൻ, ജോലി നഷ്ടപ്പെട്ടിട്ടില്ല, അത് അതേപോലെ പിന്നെ കിലുക്കത്തിലാണെങ്കിലും യോധ, അങ്ങനെ ഇഷ്ടംപോലെ പടങ്ങളുണ്ട് എനിക്ക് ജഗതി. അത് ഡയറക്ടർക്ക് അല്ലെങ്കിൽ ഒരു റൈറ്റർ എഴുതി വെക്കുന്നതോ ഡയറക്ടറോ പറഞ്ഞു കൊടുക്കുന്നതിനോ അപ്പുറത്തോട്ടാണ് ജഗതി ചെയ്യുന്നത്. അത് വളരെ അപൂർവ നടന്മാരാണ് അങ്ങനെ ചെയ്യുന്നത്. അത് ഒരിക്കലും ജഗതിയുടെ ചില എക്സ്പ്രഷൻസ് ഒക്കെ ജഗതി ഇടുന്നത്, ഇപ്പൊ സായികുമാർ വരെ ഈ അടുത്ത ഇന്റർവ്യൂല് പറയും ചില സമയത്ത് ജഗതി അവിടെ വന്നിട്ട് ഒരു എക്സ്പ്രഷൻ ഇടും. അതൊന്നും ഒരു ഡയറക്ടർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന. നമ്മളിപ്പോഴും ഇപ്പൊ ജഗതി ശ്രീകുമാർ പറഞ്ഞ ഡയലോഗൊക്കെ കാവിലെ പാട്ട് മത്സരത്തിന് കാണാം, അങ്ങനത്തെ ഒരുപാട് ആ ഡയലോഗൊക്കെ നമുക്ക് ഇങ്ങനെ മനസ്സിൽ കിടക്കും. ഒരുപാട് അപ്പുക്കുട്ട ആ ക്യാരക്ടറൊക്കെ ജഗതിക്ക് ഈ പറഞ്ഞ പോലെ നമ്മള് അറിയാലോ, ഈ നടന്മാർക്ക് ഇപ്പൊ മികച്ച നടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നായകനാവണം, അല്ലെങ്കിൽ ഒരു സീരിയസ് വേഷം ചെയ്യുന്ന നടന്മാരൊക്കെ അവാർഡ് കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളതെന്നൊക്കെ ബ്രേക്ക് അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയാണ്. ഇപ്പൊ പിന്നെയും മാറി. ഇപ്പൊ നമ്മൾ കുറച്ചുകൂടി കണ്ടു കഴിഞ്ഞാൽ ജനകീയമായിട്ടുള്ള സിനിമകൾക്കും നടന്മാർക്കൊക്കെ അവാർഡ് കൊടുക്കുന്നുണ്ട്. പക്ഷെ അന്ന് എല്ലാം കുറച്ചൊരു ഓഫ് ബീറ്റ് ടൈപ്പ് സിനിമയാണ്. പക്ഷെ അവിടെ നിന്നും ആ സമയത്തും ബ്രേക്ക് ചെയ്യുന്ന നടനാണ്. ജഗതിക്ക് 91-ലാണ് ആദ്യമായിട്ട് ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്, നമ്മുടെ മികച്ച രണ്ടാമത്തെ നടൻ. അന്ന് ലാലേട്ടനായിരുന്നു ബെസ്റ്റ് ആക്ടർ. അന്ന് ഈ പറഞ്ഞ പോലെ കിലുക്കവും അഭിമന്യും പോലത്തെ സിനിമകളൊക്കെ. അന്ന് കിലുക്കത്തിനും അപൂർവം ചിലർ എന്ന് പറഞ്ഞ സിനിമയ്ക്കും കൂടിയാണ് ജഗതിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. അത് രണ്ടും ഈ അപൂർവ ചിലർ ചിലപ്പോൾ ഇന്നത്തെ ജനറേഷൻ പലരും കണ്ടില്ല. അതിന് ജഗതിയും ഇന്നസെന്റുമാണ് മെയിൻ. അവരുടെ മക്കളായിട്ട് എനിക്ക് തോന്നുന്നു സായികുമാറും ഗണേഷ് കുമാറുമാണ്. ജഗതി ശ്രീകുമാർ ഒരു പക്ക സീരിയസ് റോളാണ്. അതൊരു പോസിറ്റീവ് ക്യാരക്ടർ, അപ്പുറത്തെ ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ് ഇന്നസെന്റ് ചെയ്തത്. പക്ഷെ ഈ രണ്ട് സിനിമ രണ്ട് തരത്തിലുള്ള പെർഫോമൻസുകളൊക്കെയാണ് അന്ന് ജഗതിക്ക് അവാർഡ് കിട്ടിയത്.